ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കുന്നു. ശരി, പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്താ ചെയ്യുക? സ്വാഭാവികമായും ആ സ്ത്രീ പരാതിപ്പെടും, അല്ലേ? ആ സ്ത്രീ ഇവിടെ പരാതിപ്പെടും, ആ പരിധിയിലുള്ള അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ആ പരിധിയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും ന്യായമായ മാർഗം. പോലീസിൽ പരാതിപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത് എവിടെ നിന്നാണ്? റിപ്പോർട്ടർ ടിവിയാണ് ആദ്യം ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖയും ചാറ്റുകളൊക്കെ പുറത്തു വിടുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സംശയം കേട്ടോ. സംശയമല്ല, നമ്മളെ ആകെ അലോസരപ്പെടുത്തുന്ന അതാണ്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒരു ചാനലിനാണോ കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇതൊരു സീരിയൽ കഥയല്ല, ഇത് ജീവിതമാണ്. ജീവിതത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയെ മറ്റൊരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ആൾ എന്താണ് ചെയ്യുക? ഇവിടുത്തെ നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തും. അവർ കൃത്യമായി പരാതിപ്പെടും, പോലീസിൽ പരാതിപ്പെടും. കാരണം ഈ സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിടത്തോളം ഒരു പത്രപ്രവർത്തകയാണ്, അത്യാവശ്യം ബോധവും വിവരമുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. ആ സ്ത്രീക്കെതിരെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക അതിക്രമം നടത്തി കഴിഞ്ഞാൽ ആ സ്ത്രീ ചെയ്യുക പോലീസിൽ പരാതിപ്പെടുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ ചാറ്റുകൾ അല്ലെങ്കിൽ ഈ ശബ്ദരേഖ എന്നൊക്കെ പറയുന്ന രണ്ടുപേര് തമ്മിലുള്ള സ്വകാര്യമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അത് എന്താ പറയാ, ഇത് ചാനലുകൾക്ക് കൊടുക്കുകയാണ്. ചാനലുകൾ അത് ആഘോഷിക്കുകയാണ്. ചാനലുകൾ അത് നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പത്രമാധ്യമങ്ങൾ അതൊക്കെ പ്രസിദ്ധീകരിക്കുന്നു. അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. എന്നിട്ട് പറയുന്നു പരാതികൾ അന്വേഷിക്കണം, ഇത്തരത്തിലുള്ള പരാതികൾ അന്വേഷിക്കണം എന്നീ അന്വേഷണ സംഘത്തോട് പറയുന്നു. ശരിയാണല്ലോ. ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു പെൺകുട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ല കേട്ടോ. എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? അവർ ഉന്നയിച്ച ഒരുപാട് പെൺകുട്ടികൾ ഇതിനിടെ ഈ TV ചാനലുകളിലൊക്കെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇവരൊന്നും ഈ അന്വേഷണ കമ്മീഷന് മുന്നിൽ, ഈ SITക്ക് മുന്നിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ അവരൊന്നും പരാതിപ്പെട്ടില്ല. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ലായിരുന്നു, ഒരു തെളിവുമില്ലായിരുന്നു. ഇനി പോട്ടെ, ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തിരിക്കുന്ന ഈ പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഒരു 4 മാസം മുമ്പ് ഇത്തരത്തിലുള്ള ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കുകയും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാടുനീളെ പരാതിക്കാരുണ്ടോ, ഒരു പരാതിയെങ്കിലും കിട്ടട്ടെ, ഒരു പരാതി ഇവർക്ക് കിട്ടിയില്ല കേട്ടോ. ജെന്യൂനായ ഒരു പരാതിയും കിട്ടിയില്ല. അത്തരത്തിലുള്ള പരാതികൾ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഇവർ നാടുനീളം നടന്നു. മാത്രമല്ല, ഇതേ പെൺകുട്ടിയെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതേ പെൺകുട്ടിയെ ഈ CPMന്റെ ആൾക്കാരും ഇതേപ്പെട്ട പോലീസിലെ ബന്ധപ്പെട്ട ആൾക്കാരും ഈ പെൺകുട്ടിയെ സമീപിക്കുകയും ഈ പെൺകുട്ടിയോട് പരാതി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പെൺകുട്ടി പരാതി കൊടുത്തില്ല കേട്ടോ. അതായത് ഈ സ്ത്രീ പരാതി കൊടുത്തില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഇലക്ഷൻ ചൂടുപിടിക്കുകയാണ്. ഇലക്ഷൻ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ CPMന് മനസ്സിലായി CPM അടപടലം പൊട്ടാൻ വേണ്ടി പോവുകയാണ്. CPMന് ഒരു രക്ഷയുമില്ല. കാരണം ജനങ്ങളുടെ മുൻപിൽ CPM പ്രതിക്കൂട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിലെ സ്വർണം മുഴുവൻ ശ്രീകോവിൽ ഉൾപ്പെടെ അടിച്ചുകൊണ്ടുപോയി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പം ജനങ്ങൾ ചിന്തിക്കുകയാണ്, അതായത് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളും കട്ടിലപ്പടിയും വാതിലുമൊക്കെ അടിച്ചു മാറ്റിയെങ്കിൽ എത്രമാത്രം ഈ ഭക്തന്മാര് ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പൊന്നും പണവും എത്രമാത്രം ഇവർ കൈയിട്ടുവായിരിക്കും. ശബരിമലയിൽ ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇത്രമാത്രം ക്ഷേത്രങ്ങളിലും മുഴുവൻ ഇവർ എത്രമാത്രം ഈ അമ്പലക്കൊള്ള നടത്തിയിരിക്കും എന്ന് ഇവർ അത്ഭുതപ്പെടുകയാണ്, ഇവർ ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ഒരിക്കലും CPM ഈ നാട്ടിൽ ഭരണത്തിലേറരുത് എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇവിടുത്തെ വോട്ടർമാരെന്ന് വളരെ കൃത്യമായി CPM മനസ്സിലാക്കുകയും CPM തങ്ങളുടെ പഴയ ആയുധം, തങ്ങളുടെ പഴയ തന്ത്രം, എന്താ പറയാ, പഴകി പുളിച്ച തന്ത്രം പ്രയോഗിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് CPM ഈ പെൺകുട്ടിയെ പോയി കാണുകയാണ്, ഈ സ്ത്രീയെ പോയി കാണുകയാണ് കേട്ടോ. എന്നിട്ട് ഈ സ്ത്രീയെ എങ്ങോട്ടേക്കാണ് വിളിച്ചുകൊണ്ടുവരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചോദിച്ച പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ, പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? ഈ യുവതി ഇനി പോട്ടെ 3 മാസമോ അല്ലെങ്കിൽ 3 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട്, കാരണം പരാതി കൊടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയപരിധിയൊന്നുമില്ല. ഒരു പീഡന പരാതി എപ്പം വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി എന്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പോയി? ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ കയറി ചെന്ന് കണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ ഒരുമാതിരി ആൾക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയാണ്. ആ മുഖ്യമന്ത്രിയാണ് ഈ പെൺകുട്ടിയെ സ്വീകരിച്ചിരുത്തി മുഖ്യമന്ത്രിയുടെ ഈ സ്ത്രീയുടെ പരാതി മുഴുവൻ കേട്ട് പരാതി സ്വീകരിച്ച് ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ
മണിക്കൂറുകളൊന്നുമല്ല, മിനിറ്റുകൾക്കകം ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നു, മൊഴിയെടുക്കുന്നു, രാത്രി തന്നെ മൊഴിയെടുക്കുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ പ്രക്ഷോഭം തുടങ്ങി. രാഹുലിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐക്കാർ മാർച്ച് തുടങ്ങി, മറ്റേ റീത്ത് കൊണ്ടുവരൽ തുടങ്ങി, ഈ നേതാക്കന്മാർ മുഴുവനും പ്രസ്താവന പുറപ്പെടുവിക്കൽ തുടങ്ങി. വളരെ വളരെ സ്പീഡ്. ഈ കൊടിയേറ്റം സിനിമയിൽ മറ്റേ നമ്മുടെ കൊടിയേറ്റം ഗോപി ചോദിക്കുന്ന പോലെ എന്തൊരു സ്പീഡ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടായത്. എന്തു സ്പീഡാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ യുവതി ഇത്രയും കാലം മിണ്ടാതിരുന്നിട്ട് ഈ ഇലക്ഷന്റെ 10-15 ദിവസം മുമ്പ്, 2 ആഴ്ച മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പച്ചക്കള്ളമാണെന്ന് ഇപ്പൊ പൊതുസമൂഹത്തിന് വ്യക്തമായി. കാരണം ഈ യുവതി വിവാഹിതയായിരുന്നു. അപ്പം ഇവിടുത്തെ തീവ്ര ഫെമിനിസ്റ്റുകൾ ചോദിക്കുന്നു, എന്താ വിവാഹിതയായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പറ്റുമോ? ശരിയാണ്, വിവാഹിതയായ സ്ത്രീയെയും പീഡിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ആര് പറഞ്ഞു പീഡിപ്പിച്ചു എന്ന്? ആര് പറഞ്ഞു ബലാത്സംഗം ചെയ്തു എന്ന്? ആരാണ് പറഞ്ഞത് ബലാത്സംഗം ചെയ്തു എന്ന്? കാരണം നമ്മുടെ മുന്നിലുള്ള ഓഡിയോ ടേപ്പുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് കേരളീയ പൊതുസമൂഹം മുഴുവൻ കേട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് നടത്തുന്ന സംഭാഷണങ്ങൾ, യുവതി രാഹുൽ മാങ്കൂട്ടത്തോട് നടത്തുന്ന സംഭാഷണങ്ങൾ, ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളൊക്കെ വളരെ കൃത്യമായി നമ്മൾ അറിയുന്നതാണ്. ഇതിലൊന്നും ഒരു ബലാത്സംഗത്തിന്റെ ഒരു സൂചനയുമില്ല കേട്ടോ. ഒരു ബലാത്സംഗത്തിന്റെ സൂചനയുമില്ല. കാരണം രാഹുൽ ആ പെൺകുട്ടിയോട് പറയുന്നതിന്റെ വാട്സാപ്പ് ചാറ്റുകൾ, അതായത് എനിക്ക് നിന്നെ ഒരു കുഞ്ഞു വേണം, നമുക്ക് ഈ മാർച്ചിൽ ബന്ധപ്പെടാം. അപ്പോൾ പെൺകുട്ടി പറയാണ് പിൽസ് മുഖ്യമാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഗർഭിണിയാവാൻ തയ്യാറായിരുന്നില്ല. ഞാൻ പിൽസ് ഉപയോഗിക്കും കേട്ടോ, പിൽസ് ഉപയോഗിക്കും, നമുക്ക് ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം, ഞാൻ പിൽസ് ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നു വേണ്ട, പിൽസ് വേണ്ട, എനിക്ക് കുഞ്ഞു വേണമെന്ന് പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മാതിരി സംഭാഷണം നടന്ന 2 പേർ തമ്മിൽ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യുക? പിൽസ് കഴിച്ചിട്ട് ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ലാത്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളാണ് ഈ യുവതി ഇവിടെ കൊടുത്തത്, നമ്മുടെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകിയത്. എനിക്ക് ഓർമ്മ വരുന്നത് സരിത പണ്ട് ജയിലിലായിരിക്കുമ്പോൾ 21 പേജുള്ള ഒരു കത്ത് ഇത്തരത്തിലുള്ള ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഉണ്ടായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് 21 പേജുള്ള ഒരു കത്ത് കൊടുത്തിരുന്നു എന്നും, ആ കത്ത് പിന്നീട് 25 പേജായി, 4 പേജ് അതിൽ കൂട്ടിച്ചേർത്തു എന്ന് ആരോപണമുള്ള ആളൊക്കെ പിണറായിയുടെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. മന്ത്രിയായി ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊന്നല്ല കടക്കുന്നത്. എന്തായാലും സരിതയുടെ കത്ത് 4 പേജ് കൂട്ടിച്ചേർത്തു. കാരണം പ്രതിപക്ഷത്തെ അടിക്കാൻ, അന്ന് ഉമ്മൻചാണ്ടിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് 4 പേജുകൾ കൂട്ടിച്ചേർത്തു. ഇവിടെ ഇപ്പോഴത്തെ ഈ യുവതിയുടെ മൊഴി എന്ന് പറയുന്നത് 20 പേജാണ്. ഈ 20 പേജിൽ ഒന്നും കൂട്ടിച്ചേർത്തല്ല, 20 പേജും പോലീസുകാർ തയ്യാറാക്കിയതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പി ശശി എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ, അറിയാലോ, പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പാർട്ടി സഖാവിന്റെ മുൻ എം എൽ എയുടെ മകളെ, ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയെ, ഇവരെയൊക്കെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നും പീഡിപ്പിച്ചു എന്നും പാർട്ടിക്ക് മുമ്പിൽ തെളിവുകൾ വന്നതാണ്. പാർട്ടി അയാളെടുത്ത് കളഞ്ഞതാണ്, അയാളെയാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനെയാണ് പിണറായി വിജയൻ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പോലീസിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു സ്ഥാനത്താണ് ഈ സ്ത്രീ പോയി പരാതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു ആ 20 പേജ് മൊഴിയും പി ശശിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പിണറായി പോലീസുകാർ എഴുതിയുണ്ടാക്കിയതാണ് കേട്ടോ. സരിതയുടെ 4 പേജെങ്കിൽ 20 പേജാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത്രയും ഉള്ളത് കേട്ടോ. ഇതിൽ പറയുന്നു തന്നെ ബലാത്സംഗം ചെയ്തു. നമുക്കറിയാം, കേരളീയ പൊതുസമൂഹത്തിന് അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ടില്ല, എനിക്ക് നിന്നെ ഒരു കുഞ്ഞു വേണം എന്ന് പറയുമ്പോൾ എന്ത് ബലാത്സംഗമാണ്? അപ്പോൾ ആ സ്ത്രീ പറയുന്നു നമുക്ക് ബന്ധപ്പെടാം, പിൽസ് ഉപയോഗിച്ച് ഞാൻ ബന്ധപ്പെടാം എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് ബലാത്സംഗമാണ്? ഈ പെൺകുട്ടിയാണ് ആദ്യമായി രാഹുലിനെ എന്ത് ചെയ്തത്, അങ്ങോട്ടേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ റിക്വസ്റ്റ് അയച്ചിട്ട് പരിചയപ്പെടുന്നത്, അങ്ങോട്ടേക്ക് ഫേസ്ബുക്കിൽ എന്ത് ചെയ്യുന്നത്, ചാറ്റ് ചെയ്ത് തുടങ്ങിയത്, അത്തരത്തിൽപ്പെട്ട അങ്ങോട്ടേക്ക് രാഹുലിനെ വലവീശി പിടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാൻ കേട്ടോ. പിന്നീട് രാഹുലിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഈ ഗർഭഛിദ്രമാണ് കേട്ടോ. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു, പ്രേരിപ്പിച്ചു എന്നൊക്കെ, അത് ഏറ്റവും വലിയ ഒരു കുറ്റമാണ്. ഈ നമ്മുടെ നിയമ സംവിധാനത്തിൽ എത്രയാണ്, ഒരു ജീവപര്യന്തമോ അല്ലെങ്കിൽ 10 വർഷമോ ഒക്കെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി യുവതി തന്നെ പറയുന്നു ആ ഗുളിക ഞാനാണ് കഴിച്ചത്,
ആ ഗുളിക എത്തിയത് ഗർഭഛിദ്രത്തിനുള്ള പിൽസ്, ഗർഭഛിദ്രത്തിനുള്ള ഗുളിക എത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സുഹൃത്താണ് എത്തിച്ചു കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ആ സ്ത്രീയുടെ വായിലേക്ക് കുത്തിക്കയറ്റി ഈ ഗുളിക ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുത്തത് രാഹുൽ മാങ്കൂട്ടമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുമല്ല. ഈ പെൺകുട്ടി സ്വയം പത്രപ്രവർത്തകയായ പെൺകുട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്രപ്രവർത്തകയായ പെൺകുട്ടി ആ ഗുളിക തന്റെ ഗർഭം അലസിപ്പിക്കാനുള്ള ഗുളികയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ആ ഗുളിക കഴിക്കുകയാണ്. ഇതിലെന്ത് നിർബന്ധിതമാണ്? എന്താണ് നിർബന്ധിത ഗർഭചിത്രം എന്ന് ഇതിനെയാണോ പറയുക? മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയാണ്. തീവ്ര ഫെമിനിസ്റ്റുകൾ പറയുന്നു വിവാഹിതയാണെങ്കിലും എങ്ങനെയാണ്, ഇതിൽ ഒരു വ്യത്യാസവുമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട്. കാരണം ഈ പെൺകുട്ടി കഴിഞ്ഞ ആഗസ്റ്റ് 2024 ആഗസ്റ്റ് 22-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതയായത്. ഈ പെൺകുട്ടി പറയുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയെ അനുകൂലിക്കുന്നു പറയുന്നു, ഈ വിവാഹം ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. നമുക്കൊക്കെ അറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് രജിസ്റ്റർ ചെയ്തതാണ്. അങ്ങനെയാണ് നിയമം. അങ്ങനെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ആചാരങ്ങളോടെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ വിവാഹം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കൂട്ടരെ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് ആഗസ്റ്റ് മാസം 22-ാം തീയതി ഈ യുവതി വിവാഹിതയായത് കേട്ടോ. എന്നിട്ട് ഈ യുവതി ഈ കള്ളപ്പരാതിയിൽ എന്താ പറയുന്നത് അറിയോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 4 ദിവസമേ നീണ്ടു നിന്നുള്ളൂ അത്രേ. പിന്നെ പറയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, രാഹുൽ ഈശ്വറാണ് ആ കഥ ആദ്യം നമ്മളോട് പറഞ്ഞത്. കഥ എന്ന് പറഞ്ഞാൽ ഈ സംഭവം, അതായത് ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിവാഹം ഒഴിഞ്ഞു എന്നൊരാൾ പറയുക? ഞാൻ വിവാഹം ഒഴിഞ്ഞിട്ടോ എന്ന് പറയോ? നമ്മൾ ഡിവേഴ്സ് ചെയ്യുക നമ്മൾ കേട്ടിരുന്നു. ഡിവേഴ്സ് ആകുക അല്ലെ, കല്യാണം ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ കോടതിയിൽ വെച്ച് ഇവർക്ക് പിരിയാം. അത്തരത്തിൽപ്പെട്ട ഒരു ഡിവേഴ്സ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ഈ സ്ത്രീ വിവാഹിതയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുമ്പോഴും വിവാഹിതയാണ്. ഇപ്പോഴും ഇവർക്ക് ഈ സംഭവം നടക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഒരു പരാതി കൊടുക്കുമ്പോഴും ഈ പെൺകുട്ടി നിയമപ്രകാരം വിവാഹിതയാണ്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് പല പുരുഷന്മാരുമായി ബന്ധപ്പെടാം. അതിൽ സദാചാരത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിൽ നിയമത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നിയമ ലംഘനമോ ക്രൈമോ ഒന്നുമില്ല. ശരി, ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തെ വലവീശി പിടിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടു, ഒക്കെ ശരി തന്നെ. ഈ പെൺകുട്ടിക്ക് ഗർഭിണിയാവാം, പ്രസവിക്കാം, ഒക്കെ ചെയ്യാം, ഒരു തകരാറുമില്ല. പക്ഷേ പെൺകുട്ടിക്ക് പറയാൻ പാടില്ല, ഈ സ്ത്രീക്ക് പറയാൻ പാടില്ല തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ പാടില്ല. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതത്തോടെ നടത്തുന്ന ലൈംഗിക ഇടപാടുകളിൽ ഗർഭിണിയാണെങ്കിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇത് പീഡനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് എന്ന് സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ഊഷ്മളമായ ബന്ധമായിരുന്നു. ഇവർക്ക് വളരെ പരസ്പര സ്നേഹമായിരുന്നു, പരസ്പര പ്രണയമായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമാകുന്നത് കേട്ടോ. ഇതിലൊരിക്കലും ബലാത്സംഗമില്ല, ഇതിലൊരിക്കലും നിർബന്ധിത ഗർഭഛിദ്രമില്ല, ഒന്നുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് പോയിട്ട് വിവാഹിതയായ ഒരു യുവതിയെ കയറി പ്രണയിച്ചു എന്നല്ല കേട്ടോ. ഈ യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ടേക്ക് ചെന്ന് വല വീശി പിടിച്ചത്. ഇത്രയുമൊക്കെയാണ് ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ. ഇക്കാര്യം സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കല്യാണത്തിൽ പങ്കെടുത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ വിവാഹിതർ തന്നെയാണ്, ഡിവേഴ്സ് ആയിട്ടില്ല. ഈ അവസാന കാലഘട്ടം വരെ ഇവരെ ഒരുമിച്ച് തിരുവനന്തപുരത്തായിരുന്നു താമസം എന്നൊക്കെ സന്ദീപ് വാര്യർ പറയുന്നു കേട്ടോ. ഞാനതിന്റെ ശരിതെറ്റുകളിലേക്ക് ഒന്നും അല്ല കിടക്കുന്നത്. ഇതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, CPM ആദ്യഘട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. എങ്ങനെ വിജയിച്ചിരിക്കുന്നു? സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു തരത്തിലും ഇവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവരെ ആ രീതിയിൽ കരിവാരി തെച്ച ആ സംഭവം മീഡിയ, നമ്മുടെ പത്രങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, നമ്മുടെ ചാനലുകൾ എല്ലാം കൈവിട്ടിരിക്കുന്നു. എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദ വിഷയത്തിൽ മാത്രമാണ്. അങ്ങനെയാണ് CPM വിജയിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അതല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്ത് പോകില്ല കേട്ടോ. അതായത് അമ്പലക്കൊള്ള മറക്കാൻ, അമ്പലക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വ്യാജ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ ലൈംഗിക ആരോപണം കൊണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ.